കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിലെ പൊതുകല്ലറിയിലാണ് നേരത്തെ സംസ്കരിച്ച ഒരു മൃതദേഹത്തിന് സമീപം പായയിൽ പൊതിഞ്ഞ നിലയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത തുടരുകയും പള്ളി വികാരി തന്നെ കല്ലറ തുറന്ന് പരിശോധനകൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് കോഴിക്കോട് വിലങ്ങാട് നിന്നും കാണാതായ വായാട് സ്വദേശി ആലപ്പാട്ട് സിജോ സക്രിയുടെ കുടുംബം രംഗത്തെത്തിയത്. 10 വർഷം മുൻപാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. 2014 വീട്ടുകാരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സിജോ സക്രിയ വിലങ്ങാട് നിന്നും ഭാര്യയ്ക്കൊപ്പം ഭാര്യാവീടായ കരിക്കോട്ടക്കരി വാണിയപ്പാറയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് സിജോ വിലങ്ങോടുള്ള മാതാപിതാക്കളുമായോ ബന്ധുക്കളുമായോ ഒരു തരത്തിലും ബന്ധപ്പെട്ടില്ല. 2020 വാണിയപ്പാറയിലെ ഭാര്യാവീട്ടിൽ നിന്നും കാണാതായെന്ന വിവരം ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് ഇപ്പോൾ എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി അറിയിച്ചു. കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി വന്നു. അതായത് FIR ഇട്ടു. ഞങ്ങൾക്ക് അതിനകത്ത് മൂന്നാമതൊരാളുടെ ശരീരം ഉണ്ട് എന്നുള്ള സംശയം വന്നു. ആ സംശയം തീർച്ചയായിട്ടും കല്ലറ തുറന്ന് അത് DNA ടെസ്റ്റ്, സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി ആ സംശയം ദൂരീകരിക്കുമെന്ന് പോലീസ് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വി ആർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. പുതിയ പരാതി ഉയർന്നതോടെയാണ് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. മൂന്നാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛന്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. തുടർന്ന് പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ പരിശോധന എല്ലാം നടക്കും. സയന്റിഫിക് അസിസ്റ്റന്റ് മറ്റുള്ള എല്ലാവിധ അന്വേഷണം നടക്കും. എല്ലാം കറക്റ്റായ രീതിയിൽ തന്നെ. കല്ലറ തുറന്ന് പരിശോധിക്കാനാണ് തീരുമാനം. നാളെ RDOയുടെ അനുമതി തേടുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കല്ലറയ്ക്ക് പോലീസ് കാവലുണ്ടാകും. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.